ചെറുപുഴ കാക്കേഞ്ചാലിൽ കഴിഞ്ഞ 16 വർഷമായി വിശ്വസ്തയോടെ പ്രവർത്തിച്ചുവരുന്ന സിലോഹ ഫിസിയോതെറാപ്പി സെന്റർ സേവനങ്ങൾ കൂടുതൽ വിപുലീകരിച്ച് പുതിയ ബ്ലോക്ക് പ്രവർത്തന സജ്ജമാക്കി. പതിനാറാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചികിത്സ ലഭ്യമാക്കുന്നതിൽ സിലോഹ ഫിസിയോതെറാപ്പി സെന്റർ മികച്ച സേവനമാണ് കാഴ്ചവെക്കുന്നതെന്ന് അവർ പറഞ്ഞു. ചെറുപുഴ സെന്റ് മേരീസ് ഫെറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് പുതിയ ബ്ലോക്കിന് ആശീർവാദം നൽകി. ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ഈ ഫിസിയോതെറാപ്പി സെന്ററിനെ അങ്ങ് ആശീർവദിക്കണമേ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ആധ്യാത്മികവും ശാരീരികവുമായ വരദാനം നൽകി അനുഗ്രഹിക്കണമേ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കനിയണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. പരസ്പര സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങേ പരിപാലനം സംരക്ഷിക്കുകയും ചെയ്യണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ ഫിസിയോതെറാപ്പി സെൻ്ററിൽ രോഗം മൂലം, പ്രയാസം മൂലം, അസ്വസ്ഥ മൂലം കടന്നു വരുന്ന എല്ലാ രോഗികളെയും അങ്ങ് പരിപൂർണമായി സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിച്ച് ഭവനങ്ങളിലേക്ക് തിരികെ അയക്കണമേ. ഈ സ്ഥാപനം നടത്തുന്ന വിനോയെയും മിനിയെയും മക്കളെയും എല്ലാം നിന്റെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഇവരിലൂടെ ഇവിടെ വരുന്ന എല്ലാ രോഗികളും സൗഖ്യപ്പെടുവാനും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ജീവിതം നയിക്കുവാൻ ഈ മക്കളിലൂടെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മയെ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിനും ഈ സ്ഥാപനത്തെയും ഇവിടെ വരുന്ന ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ജോലിക്കാരെയും ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളെയും അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് ഈശോയിൽ സ്നേഹമുള്ളവരെ, വളരെ നാളുകളായി ഇവിടെ മിനി ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ നടത്തി വരികയാണ്. അതിൻ്റെ വിപുലീകരണമാണ് ഇപ്പോൾ നടന്നത്. പുതിയ ഒരു റൂമും സംവിധാനങ്ങളും എല്ലാം വീടിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പി നടത്താൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ളൊരു ക്രമീകരണം ഇവിടെ വിനോയും മിനിയും കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. നന്നായിരിക്കുന്നു, വളരെ ഭംഗിയായിരിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ് വിനോയ്ക്കും മിനിക്കും. നമുക്കറിയാം, മിനി നമ്മുടെ കാക്കഞ്ചാൽ മഠത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് സേവനം ചെയ്തതാണ്. ഞാൻ കൊച്ചച്ഛനായിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മിനി എന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഇവിടെ തുടങ്ങിയെന്ന് അറിയുന്നുണ്ട്. ശീലോക എന്ന ഫിസിയോതെറാപ്പി സെൻ്ററാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ശീലോക നമുക്കറിയാം, തളർവാദ രോഗി സൗഖ്യപ്പെട്ടു പോയതിൻ്റെ നല്ല ഒരു ക്രൈസ്തവ നാമം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഫിസിയോതെറാപ്പി സെൻ്റർ ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ വരുന്നവരെല്ലാവരും ശാരീരികമായ സൗഖ്യം ലഭിച്ച്
ഏറ്റവും സുന്ദരമായി മനോഹരമായിട്ട് ഇവിടുന്ന് ഭവനങ്ങളിലേക്ക് പോകട്ടെ. അങ്ങനെ അവരുടെ ജീവിതം ഏറെ ഉണർവോടെ ഉന്മേഷത്തോടെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ തക്കവിധം നല്ല ആരോഗ്യവാന്മാരായിട്ട് അല്ലെങ്കിൽ നല്ല ആരോഗ്യവതികളായിട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട വൈദികർ, പൈനാട്ടച്ചൻ വളരെ തീഷ്ണതയോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പഴയ പേഷ്യൻ്റ് അല്ലേ? യെസ്. അതുപോലെ തന്നെ നമ്മുടെ ജെയിംസ് അച്ഛന്, നമ്മുടെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ടോണി, അതുപോലെ തന്നെ വിശിഷ്ടാദികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ നല്ല സാന്നിധ്യത്തിൽ ഈ ഫിസിയോതെറാപ്പി സെൻറ്റർ ഉത്തരോത്തരം വളർന്ന് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി, ചെറുപുഴയ്ക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം തരികയും ചെയ്യുന്നു. ഫാദർ ജെയിംസ് വലിയമലയിൽ, ഫാദർ മാത്യു പയ്യനാട്, അഡ്വക്കേറ്റ് ടോണി സെബാസ്റ്റ്യൻ, ബിനോയ് സോപാനം എന്നിവർ ആശംസകൾ നേർന്നു. നൂതന ചികിത്സാ സംവിധാനങ്ങൾ, വിശാലമായ ചികിത്സാ സൗകര്യങ്ങൾ, പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം എന്നിവയിലൂടെ രോഗികൾക്ക് കൂടുതൽ മികച്ച പരിചരണം ഉറപ്പാക്കുകയാണ് പുതിയ ബ്ലോക്കിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സ്ഥാപന അധികൃതർ പറഞ്ഞു. നടുവേദന, കഴുത്തുവേദന, സന്ധിവേദന, സ്പോർട്സ് ഇഞ്ചുറികൾ, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സ, പക്ഷാഘാത ചികിത്സ, വയോജനങ്ങളുടെ ചികിത്സ തുടങ്ങി വിവിധ ഫിസിയോതെറാപ്പി സേവനങ്ങൾ ഒരൊറ്റക്കുടക്കീഴിൽ ലഭ്യമാകുന്ന സിലോഹ ഫിസിയോതെറാപ്പി സെൻറ്റർ മലയോര മേഖലയിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയ ആരോഗ്യ സ്ഥാപനമായി തുടരുകയാണ്.